കുറുക്കന്റെയും കൊക്കിന്റെയും സൗഹൃദം. ഒരു ദിവസം ഒരു കുറുക്കൻ കടലിലേക്ക് നടന്നു പോകുകയായിരുന്നു. ഇന്നും ബാക്കി വന്ന എവിടെയെങ്കിലും കിടക്കുന്ന ഭക്ഷണം കഴിക്കാൻ മനസ്സ് സമ്മതിക്കുന്നതേ ഇല്ല. ഇന്ന് നല്ല ഫ്രഷായി കടലിൽ നിന്ന് കിട്ടുന്ന ഗോൾഡൻ ഫിഷിനെ തിന്നണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞ് അത് കടലിനടുത്തേക്ക് പോയി. എന്നാൽ പാവത്തിന് കടലിൽ ഇറങ്ങി മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദൂരെ കുറുക്കൻ കണ്ടു 2 കരടികൾ അവർക്കിഷ്ടമുള്ള ഗോൾഡൻ ഫിഷിന് വേണ്ടി അടിയിടുന്നത്. ഇത് എന്റെ മീന അല്ല, എന്റെ മീന. ആദ്യം ഞാനാ ഇത് കണ്ടത്, എന്നാൽ പിടികൂടിയത് ഞാനല്ലേ? അവർ അതേ സ്ഥലത്തിൽ ആ മീനിനെയും വെച്ച് വീണ്ടും അടിയുണ്ടാക്കി. നീ ലെഫ്റ്റിൽ നിന്നുമാ വന്നത്, ഞാൻ റൈറ്റിൽ നിന്നും വന്നു. അപ്പോഴാണ് ഞാൻ ഈ മീനിനെ കണ്ടത്. എന്നാൽ നീ ഇവിടെ വന്നതേ ഇല്ലല്ലോ, ഞാനാണ് അതിന്റെ അടുത്തുണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോൾ കുറുക്കൻ അവിടെ വന്ന് ആ മീനെ എടുത്തുകൊണ്ടുപോയി. അത് വായിൽ കടിച്ചു പിടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അയ്യോ, അവനെ തടയൂ! രണ്ടുപേരും ആ കുറുക്കനെ പിന്തുടർന്നുകൊണ്ടേ പോയി. ഇതിനെല്ലാം കാരണം നീയാ. അല്ല, അത് നീയാണ്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനത് തിന്നേനെ. അയ്യോ, ഇവർ രണ്ടുപേരും എന്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ. ഇവരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ മുൻപിൽ ഒരു ഗുഹയുള്ളത് കണ്ടു. അത് എത്ര ചെറുതായിരുന്നെന്നാൽ അതിന് മാത്രമേ അതിൽ കയറാൻ പറ്റിയുള്ളൂ. എന്നാൽ ഗുഹയുടെ വാതിൽ ഉയരത്തിലായിരുന്നു. അതിന്റെ മുകളിൽ കയറാൻ പോയപ്പോൾ അറിയാതെ അതിന്റെ വായിലുണ്ടായിരുന്ന മീന് താഴെ വീണു. ആ മീന് പറന്നുപോയി നേരെ കരടിയുടെ കാൽക്കൽ വീണതുകൊണ്ട് കരടികൾ അത് കണ്ടു. കുറുക്കനും പേടിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. ഇത് എന്റേതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കരടി അത് തിന്നാൻ തുടങ്ങി. മറ്റൊരു കരടി വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. മറുവശത്ത് മീനു ഗുഹയ്ക്കുള്ളിലിരുന്ന് ഒരുപാട് വിഷമിച്ചു. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇന്നത്തെ ദിവസം തന്നെ പാഴായി. അപ്പോൾ മീനുവിന്റെ ശ്രദ്ധ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്ന ഒരു മുട്ടയുടെ മുകളിലേക്ക് പോയി. ശരി, പോട്ടെ, കുഴപ്പമില്ല. മീന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ, ഇന്ന് ഈ മുട്ട കഴിച്ച് വിശപ്പങ്ങാകറ്റാം. അങ്ങനെ പറഞ്ഞ് ആ മുട്ടയെടുത്ത് അതിന്റെ വായിലേക്ക് വച്ചു. എന്നാൽ പെട്ടെന്ന് തൊണ്ടയിലെന്തോ ഇക്കിളിയിട്ടു. അതുകൊണ്ട് മുട്ടയും തുപ്പി. ആ മുട്ട തറയിൽ വീണതുകൊണ്ട് പൊട്ടി അതിന്റെ അകത്തു നിന്ന് ഒരു കുഞ്ഞു കൊക്ക് വെളിയിൽ വന്നു. അയ്യോ, ഇത് കാണാൻ എന്തോ കൊക്കിനെ പോലെ ഉണ്ടല്ലോ. ശരി, ഇതിനെ ജീവനോടെ വിട്ടേക്കാം, അല്ലെങ്കിൽ അതിന്റെ അമ്മ ഒരുപാട് വിഷമിക്കില്ലേ. അങ്ങനെ മീനു അവിടെ നിന്നും നടന്നുപോയി. അത് കണ്ട് ആ കുഞ്ഞു കൊക്ക് പതുക്കെ പതുക്കെ മീനുവിന്റെ പിന്നാലെ നടന്നുപോയി. അയ്യോ, നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? അതിന് കൊക്ക് ഒന്നും പറഞ്ഞില്ല. മീനുവിന് മനസ്സിലായി അതിന് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന്. ഇത് കണ്ണു തുറന്നപ്പോൾ ആദ്യമായി എന്നെയല്ലേ കണ്ടത്, അതുകൊണ്ട് ഇതിന്റെ അമ്മ ഞാനാണെന്ന് കരുതി കാണും. മീനുവിന് മനസ്സിലായി ഇനി അത് തന്റെ കൂടെ തന്നെ കാണുമെന്ന്. അതുകൊണ്ട് പിന്നാലെ വരുന്നത് അത് തടഞ്ഞില്ല. മീനുവും കൊക്കും ഒരുമിച്ച് ജീവിച്ചു. നാളുകൾ കഴിഞ്ഞ് കൊക്ക് സംസാരിക്കാനും തുടങ്ങി. മീനു അതിന്റെ പേര് റോക്കി എന്നും ഇട്ടു. ഒരിക്കൽ റോക്കി മീനുവിന്റെ കൂടെ നടന്നുപോയി. ഒന്ന് പതുക്കെ പോന്നേ. നിങ്ങളുടെ കൂടെ ഇങ്ങനെ വരുമ്പോഴെല്ലാം ഞാൻ ഒരുപാട് ക്ഷീണിക്കുന്നു. നീ കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അതാ വേദനിക്കുന്നത്. നിനക്ക് ചിറകുകളുണ്ടല്ലോ, നീ എന്താ പറക്കാത്തത്? എന്നാൽ എനിക്ക് പറക്കാൻ അറിയില്ലല്ലോ. നിങ്ങൾ ഇതുവരെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല. ശരി, ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതങ്ങനെ തന്നെ ചെയ്യ്. മീനു ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നിന്ന് പറഞ്ഞു, നിന്റെ ചിറകൊന്ന് അനക്കി നോക്ക്. ശരി, ഇപ്പോൾ ഇങ്ങനെ പറക്ക്. അങ്ങനെ മീനു പറഞ്ഞ ഉടനെ കൊക്ക് അത് കണ്ട് അതിന്റെ ചിറകുകൾ ആട്ടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ചിറകുകൾ വീശി നോക്കി. ഇപ്പോൾ മുകളിൽ നിന്ന് ചാടി പറക്കണം. അങ്ങനെ പറക്കുന്നത് പോലെ കാണിച്ച് മുകളിൽ നിന്ന് മീനു താഴേക്ക് ചാടി. എന്നാൽ റോക്കി അങ്ങനെയല്ല. ചിറകുകൾ ആട്ടിയ ഉടനെ പതുക്കെ പതുക്കെ അവൻ പറക്കാൻ പഠിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ റോക്കി വീണ്ടും വളർന്നു. വീണ്ടും മീനുവിന് ഗോൾഡൻ ഫിഷ് കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അവർ രണ്ടുപേരും കടലിലേക്ക് പോയി. അത് എപ്പോഴും ആ കടലിലെ വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോൾ അവിടെ ആ 2 കരടികളും വന്നു. എടോ, ഇത് അത് തന്നെയല്ലേ കഴിഞ്ഞ തവണ നമ്മുടെ ഭക്ഷണം മോഷിച്ചുകൊണ്ട് പോയില്ലേ? അതെ, ഇത് തന്നെയാ. അതിനെ പിടികൂടണം. മീനു അവരെ കണ്ട് അവിടെ നിന്നും പേടിച്ചു ഓടാൻ തുടങ്ങി. അവർ രണ്ടുപേരും പിന്നാലെ വന്നു. എന്നാൽ പോകുന്ന വഴിയിൽ വലിയ കുറ്റിക്കാടുണ്ടായിരുന്നു. അത് കാണാൻ മുള്ളുപോലെ ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ പറ്റില്ല.
മീനു വേഗത്തിൽ ഓടി. അപ്പോൾ കരടികൾ പിടികൂടാൻ തുടങ്ങിയപ്പോൾ റോക്കി അവിടേക്ക് പറന്നു വന്നു. പെട്ടെന്ന് എന്റെ കാലിൽ പിടിക്ക്. അത് കേട്ട് മീനു അതിന്റെ കാലിൽ പിടിച്ച് റോക്കി അതിനെയും കൊണ്ട് പറന്നു. അങ്ങനെ സുരക്ഷിതമായി മീനുവിനെ മറുവശത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ കരടികൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ റോക്കി മീനുവിനെ വലിയ പാറയുടെ മുകളിൽ കൊണ്ടുപോയി. താഴെ വലിയ കുഴിയാണ്. അരുവിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുറച്ചു നേരത്തിനുള്ളിൽ പാറയിലിടിക്കും. എന്റെ ചെറിയ കാലുകൊണ്ട് നിങ്ങളെ പിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് മുറുക്കി എന്റെ കാലിൽ പിടിച്ചാൽ എന്നാൽ ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ വെള്ളം വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അത് കേട്ട് മീനു റോക്കിയുടെ കാലിൽ പിടിച്ച് റോക്കി കഷ്ടപ്പെട്ട് പറക്കാൻ തുടങ്ങി. എന്നാൽ മീനുവിന്റെ ഭാരം റോക്കിക്ക് താങ്ങാൻ പറ്റിയില്ല. അയ്യോ അമ്മേ, എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പിടിക്കുന്നത് മാത്രം വിടരുതേ. അത് തുടർന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പാവത്തിന് പറന്നു പോകാനേ പറ്റിയില്ല. റോക്കിയുടെ ഈ കഷ്ടപ്പാട് കാണാൻ പറ്റാതെ മീനു കാലിൽ നിന്ന് വിട്ടു. ഇല്ല മീനു. മീനു കുഴിയിലേക്ക് വീഴാൻ പോയി. റോക്കിയും വിഷമത്തോടെ അത് നോക്കി നിന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വലിയ കൊക്ക് അവിടെ വന്നു. അത് മീനുവിനെ പിടികൂടി മുകളിലേക്ക് പറന്നുപോയി. ആ കൊക്കിന് മീനുവിനെ ഈസിയായി പൊക്കാൻ പറ്റി. അത് ആ അരുവി മറികടന്ന് ഒരു സേഫായ സ്ഥലത്തിൽ കൊണ്ടുവന്ന് മീനുവിനെ താഴെ ഇറക്കി. നിങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോക്കുമോനെ, ഞാനാണ് നിന്റെ അമ്മ. നിന്നെ ഒരുപാട് നാളായി അന്വേഷിക്കുന്നു. ഇപ്പോഴാണ് നിന്നെ കണ്ടെത്തിയത്. എന്താ, നിങ്ങളാണോ എന്റെ അമ്മ? അതെ. അത് കേട്ട് റോക്കി അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. നീ എന്റെ കുഞ്ഞിനെ വളരെ നന്നായി നോക്കി. ഞാൻ എന്നും നിന്നോട് നന്ദിയുള്ളവളായിരിക്കും. നിങ്ങളെ കണ്ടതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സമാധാനവുമായി. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ വരുന്നതാ എനിക്ക് സന്തോഷം. എന്റെ അമ്മയെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. ഞാൻ നിങ്ങളെ ദിവസവും കാണാൻ ഇവിടെ വരും. നിങ്ങളുടെയും എന്റെയും ഈ സൗഹൃദം എപ്പോഴും നിലനിൽക്കും. ഉറപ്പായും ഉറപ്പായും. ദിവസവും നീ എപ്പോൾ വരുമെന്ന് ഞാനിവിടെ കാത്തുകൊണ്ടേയിരിക്കും. നിനക്ക് ഞാൻ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ആ വലിയ കൊക്ക് കടലിന്റെ നടുക്ക് പോയി അവിടെ നിന്നൊരു ഗോൾഡൻ ഫിഷിനെ കൊണ്ടുവന്ന് മീനുവിന് കൊടുത്തു. ഇതാ, ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? അത് കേട്ട് മീനു സന്തോഷത്തോടെ ഗോൾഡൻ ഫിഷ് കഴിച്ചു. അതിനുശേഷം റോക്കിയും അവന്റെ അമ്മയുടെ കൂടെ പറന്നുപോയി. മീനു രണ്ടുപേരും പറന്നു പോകുന്നത് കണ്ട് കൈയാട്ടി ടാറ്റ കാണിച്ചു. മീനു എന്തോർത്ത് സന്തോഷിച്ചെന്നാൽ തന്റെ കുടുംബത്തിനെ കിട്ടിയതിനു ശേഷവും റോക്കി വീണ്ടും അവിടെ വരുമെന്ന് പറഞ്ഞില്ലേ, അതോർത്ത് അത് സന്തോഷത്തോടെ പോയി. ഒരു കാട്ടിൽ ഹൈരി എന്നു പേരുള്ള ഒരു കൗശലക്കാരനായ കുറുക്കനുണ്ടായിരുന്നു. അവൻ കാവട്ടിക്കാരനും സൂത്രശാലിയുമായിരുന്നു. അവൻ ഒരു പണിക്കും പോകില്ലായിരുന്നു. വൃക്ഷത്തണലിൽ കിടന്ന് കാട്ടിലെ രാജാവാകുന്നത് സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. അവന്റെ വെയിലത്തരങ്ങൾ കൊണ്ട് കാട്ടിലുള്ളവരെല്ലാം ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. പല പ്രാവശ്യം കാട്ടിലെ രാജാവായ വില്യം സിംഹം അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ഹൈരി കുറുക്കൻ മാറാൻ ഒരുക്കമല്ലായിരുന്നു. ഹൈരി കുറുക്കൻ എപ്പോഴും മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിക്കുന്നതെല്ലാം മോഷ്ടിച്ചു കഴിക്കുമായിരുന്നു. അവനേക്കാൾ ബലഹീനരായ മൃഗങ്ങളുടെ ഭക്ഷണവും തട്ടിപ്പറിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹൈരി കുറുക്കൻ മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടോ പോകുന്നത് അവൻ കണ്ടു. ഹൈരി കുറുക്കൻ അവർ പോകുന്നത് ശ്രദ്ധയോടെ നോക്കിയിരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മിംകി കിളി ആ മരത്തിന്റെ മുകളിലിരുന്ന് മുഖത്ത് മേക്കപ്പ് ചെയ്യുകയായിരുന്നു. ഹൈരി കുറുക്കൻ മിംകി പക്ഷിയോട് ചോദിച്ചു, ഇന്ന് ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? മിംകി കിളി ഹൈരിയുടെ ചോദ്യത്തിന് മുഖം കിറവിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവരെവിടെയെങ്കിലും പോകട്ടെ. ഹൈരി കുറുക്കൻ സൂത്രത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദേഷ്യമായോ? നീ ഇതെന്താ പറയുന്നത്? ഞാനും ഈ കാട്ടിലെ മൃഗമാണ്. എനിക്കെന്താ അറിയുവാനുള്ള അധികാരമില്ലേ? നിന്നെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിനക്ക് സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ നീ എന്നെയും തിന്നുമായിരുന്നു. നിന്റെ അറിവിലേക്ക് പറയാം, ഇന്ന് രാജാവായ വില്യം സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുകയാണ്. അവിടെ നല്ല വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇവരെ പോലെ ഞാനും അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുകയാണ്. വിരുന്നോ? എന്ത് സന്തോഷത്തിന്റെ പേരിലാണ്? വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിന്റെ ബർത്ത്ഡേ ആണിന്ന്.
മിംകി കിളിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹൈരിക്കുറുക്കൻ ദേഷ്യത്തോടെ പറഞ്ഞു. വില്യം സിംഹം ഈ കാണിച്ചത് വലിയൊരു തെറ്റാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഇൻവൈറ്റ് ചെയ്തു, പക്ഷേ എന്നെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാനെന്താ ഈ കാട്ടിലെ മൃഗമല്ലേ? ആദ്യം നീ ക്ഷണിക്കപ്പെടാൻ യോഗ്യതയുള്ളവനാകൂ. നീ അല്ലെങ്കിൽ ആൾക്കാരുടെ ഭക്ഷണം തട്ടിയെടുക്കാറുണ്ട്. നിന്റെ അറിവിലേക്ക് പറയുകയാണ്, നീ അവിടെയെങ്ങും പോയി ചുറ്റിത്തിരിയരുത്. സുഹൃത്തെ, വില്യം സിംഹത്തിന്റെ ഈ പ്രവൃത്തി എനിക്ക് തീരെ മോശമായി തോന്നുന്നു. ഞാൻ കാട്ടിലെ രാജാവാകുമ്പോൾ ഈ കാട്ടിലെ എല്ലാ നിയമങ്ങളും രീതികളും മാറ്റും. ഹൈരിക്കുറുക്കന്റെ സംസാരം കേട്ട് മിംകി കിളി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് നിർത്തു. കുറുക്കന്മാർ ഒരിക്കലും രാജാവാകില്ല. കാട്ടിലെ രാജാവ് സിംഹമേ ആകാറുള്ളൂ. ഈ ജന്മത്തിൽ നീ ഒരിക്കലും രാജാവാകില്ല. ഞാൻ പോകുന്നു, എനിക്ക് വിശക്കുന്നു. ഇത്രയും പറഞ്ഞ് മിംകി പക്ഷി പറന്നുപോയി. ഹൈരിക്കുറുക്കൻ ദേഷ്യത്തിൽ പല്ല് ഞെരിക്കാൻ തുടങ്ങി. പക്ഷെ എന്തോ നല്ല വിഭവങ്ങളുടെ പേരുകൾ ഓർത്ത് അവന്റെ വായിൽ വെള്ളമൂറാൻ തുടങ്ങിയിരുന്നു. ഹൈരിക്കുറുക്കൻ വിളിക്കാത്ത സദ്യയുണ്ണാൻ വില്യം സിംഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവനെ കണ്ടുപോഴേക്കും വില്യം സിംഹത്തിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. എന്നിട്ടും ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ, നിന്നെ ഞാൻ ഈ വിരുന്നിൽ വിളിച്ചിട്ടില്ല. എന്നിട്ടും വന്നുവെങ്കിൽ വയറ് നിറച്ച് കഴിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് പോകൂ. ഹൈരിക്കുറുക്കൻ മിണ്ടാതെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അവന്റെ ദൃഷ്ടി വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിലേക്ക് പതിച്ചത്. അവനൊരു സ്വർണവള കൊണ്ട് കളിക്കുകയായിരുന്നു. സ്വർണവള കണ്ടതും ഹൈരിക്കുറുക്കന്റെ വായിൽ വെള്ളമൂറി. അവൻ മനസ്സിൽ പറയാൻ തുടങ്ങി, ഈ സ്വർണ വളകൾ എന്റെ കയ്യിൽ പെടുകയാണെങ്കിൽ എനിക്ക് അതിനെ വിറ്റ് ധാരാളം പണം സ്വരൂപിക്കാനാകും. ഹൈരിക്കുറുക്കൻ എഡ്വേർഡിന്റെ അടുത്തെത്തി. വളരെ കൗശലത്തോടുകൂടി അവനോട് പറഞ്ഞു, ഓ, നിന്റെ കയ്യിലെ ഈ സ്വർണവള മനോഹരമാണല്ലോ. എനിക്കിതൊന്ന് നോക്കാൻ തരുമോ? എഡ്വേർഡ് സ്വർണവള ഹൈരിയുടെ കയ്യിലേക്ക് കൊടുത്തു. വള കയ്യിൽ വാങ്ങിയിട്ട് ഹൈരിക്കുറുക്കൻ പറഞ്ഞു, അതെ, നിന്റെ അച്ഛൻ വില്യം അതാ നിന്നെ വിളിക്കുന്നു. നിഷ്കളങ്കനായ എഡ്വേർഡ് ഹൈരി പറയുന്നത് കേട്ട് അവിടെ നിന്നും അച്ഛന്റെ അടുത്തേക്ക് പോയി. ആ തക്കം നോക്കി ഹൈരിക്കുറുക്കൻ അവിടെ നിന്ന് ഓടി മറഞ്ഞു. എഡ്വേർഡ് അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, അങ്ങ് എന്നെ വിളിച്ചിരുന്നോ? ഹൈരി അങ്കിൾ പറഞ്ഞു അങ്ങ് എന്നെ വിളിക്കുന്നെന്ന്. ഹൈരിക്കുറുക്കന്റെ പേര് പറഞ്ഞപ്പോഴേ വില്യം സിംഹം ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിന്റെ സ്വർണവള അതെന്ത് ചെയ്തു? അത് ഹൈരിക്കുറുക്കന്റെ കയ്യിലാണ്. എഡ്വേർഡിന്റെ വാക്കുകൾ കേട്ടപ്പോഴേ വില്യം സിംഹത്തിന് എല്ലാ ചുറ്റിക്കളിയും ബോധ്യപ്പെട്ടു. ഹൈരിക്കുറുക്കൻ അതിവിദഗ്ധമായി മോനെ പറ്റിച്ച് സ്വർണവുമായി കടന്നെന്ന് മനസ്സിലായി. വില്യമിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. അവൻ തന്റെ സൈനികരെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എന്റെ മോനെ വിഡ്ഢിയാക്കിയിട്ട് കടന്നു കളഞ്ഞു. പോകൂ, ഹൈരിക്കുറുക്കനെ ജീവനോടെയോ കൊന്നോ പിടിച്ചുകൊണ്ടുവരും. ഇവിടെ ഹൈരിക്കുറുക്കൻ മരത്തണലിൽ ആ വളയുടെ മനോഹാരിത നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ മിംകി കിളിയെ കണ്ടത്. അത് പറന്ന് അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഇത്തവണ എല്ലാ പരിധിയും കടന്നിരിക്കുകയാണ്. കാട്ടിലെ രാജാവായ വില്യം സിംഹം സൈനികരോട് നിന്നെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. ഇത്തവണ നീ തീർച്ചയായും കൊല്ലപ്പെടുമെന്ന് തോന്നുന്നു. മിംകി കിളിയുടെ വാക്കുകൾ കേട്ട് ഹൈരിക്കുറുക്കൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഓടി എവിടേക്കാണ് ഒളിക്കേണ്ടതെന്ന് അവന് യാതൊരു പിടിയുമില്ലായിരുന്നു. അപ്പോഴാണ് ധാരാളം സൈനികർ അവന്റെ നേരേക്ക് വരുന്നത് അവൻ കാണുന്നത്. കുറുക്കൻ അവിടെയും ഇവിടെയും ഒളിക്കാനുള്ള സ്ഥലം നോക്കി. അവൻ ഒരു സ്ഥലവും കിട്ടിയില്ല. പെട്ടെന്ന് അവനൊരു തടാകം കണ്ടു. അവൻ ആ തടാകത്തിലേക്ക് എടുത്തു ചാടി. വില്യം സിംഹത്തിന്റെ സൈനികർ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി. ഹൈരിക്കുറുക്കൻ തടാകത്തിൽ നിന്ന് തലയുയർത്തി നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവൻ ആ തടാകത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്തു നിന്ന് സ്വർണശോഭ പരക്കുവാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു ദേവത ഇറങ്ങി വന്ന് മുന്നിൽ നിന്നു. ഞാനൊരു ശാപം കാരണം വർഷങ്ങളായി ഈ തടാകത്തിൽ തടവിലായിരുന്നു. ഏതെങ്കിലും മടിയനായ മൃഗം സ്വർണവുമായി ഇതിൽ മുങ്ങിയാലേ എനിക്ക് ക്ഷാപമോക്ഷം കിട്ടുമായിരുന്നുള്ളൂ. നീ കാരണം ഞാനിന്ന് ശാപത്തിൽ നിന്ന് മുക്തമായിരിക്കുന്നു. എനിക്ക് നിന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനാവും. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. ഹൈരിക്കുറുക്കൻ എന്നും ആഗ്രഹിച്ചിരുന്നത് ഈ കാടിന്റെ രാജാവാകണമെന്നാണ്. കാടിന്റെ രാജാവാകാൻ
സിംഹത്തിനെ കഴിയുള്ളൂവെന്ന് അവന് അറിയാമായിരുന്നു. ഞാൻ എന്റെ ഈ രൂപം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകയാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ എന്റെ ഈ ശരീരം സിംഹത്തിന്റെ ശരീരമായി മാറണമെന്നാണ്. എന്നെ കണ്ടാൽ സിംഹത്തെ പോലെ തന്നെ തോന്നിക്കുകയും വേണം. ശരി, പക്ഷെ നീ എപ്പോഴും ഓർമ്മിക്കണം, നിന്റെ ശരീരവും മുഖവും ശബ്ദവും സിംഹത്തെ പോലെ ആയിരിക്കും. നിന്റെ ആത്മാവ് കുറുക്കൻ്റേത് തന്നെ ആയിരിക്കും. അബദ്ധത്തിൽ പോലും യഥാർത്ഥ സിംഹത്തോട് പോരിന് പോകരുത്. യഥാർത്ഥ സിംഹത്തിന്റെ കൈകൊണ്ട് മരിച്ചാൽ നീ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇത്രയും പറഞ്ഞ് ദേവത അവിടെ നിന്നും മറഞ്ഞു. ഹൈരിക്കുറുക്കൻ സിംഹത്തിന്റെ രൂപത്തിലേക്ക് മാറി. വെള്ളത്തിൽ സിംഹത്തിന്റേതുപോലുള്ള പ്രതിബിംബം കണ്ടപ്പോൾ അവന് സന്തോഷം കൊണ്ട് ഇരിക്കെ പൊറുതി ഇല്ലാതായി. പോകെ പോകെ അവൻ ആ കാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പോന്നിരുന്നു. എന്തു തോന്നുന്നു അതൊക്കെ ചെയ്യും. ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നും. കാട്ടിലെ രാജാവായ വില്യം സിംഹത്തിന് ഈ കാട്ടിൽ മറ്റൊരു സിംഹം വന്നിട്ടുണ്ടെന്നും താൻ രാജാവാണെന്ന് അവകാശപ്പെടുകയുമാണെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യത്താൽ വില്യം സിംഹം ഭ്രാന്തനെ പോലെയായി. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്റെ കാട്ടിലെ നിർദോഷികളായ മൃഗങ്ങളെ കൊല്ലുന്ന ആ സിംഹത്തിന്റെ ജീവൻ അത് ഞാൻ എടുക്കും. ഹൈരിക്കുറുക്കൻ സിംഹരൂപത്തിൽ കാട്ടിലെങ്ങനെ മതിച്ചു നടക്കുകയായിരുന്നു. അവിചാരിതമായി വില്യം സിംഹം അവന്റെ മുന്നിൽ വന്ന് നിന്നു. അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് നീ? എന്റെ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? നിനക്കറിയില്ലേ ഈ കാടിന്റെ രാജാവ് ഞാനാണെന്ന്? ഹൈരിക്കുറുക്കൻ അഹങ്കാരത്താൽ ദേവത അവനോട് പറഞ്ഞതെല്ലാം മറന്നുപോയിരുന്നു. അവന്റെ ആത്മാവ് കുറുക്കന്റേതായിരിക്കും. യഥാർത്ഥ സിംഹവുമായി പോരിന് പോയാൽ തോറ്റുപോകുമെന്ന് ഹൈരിക്കുറുക്കൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഈ കാട്ടിലെ സിംഹം ഞാനാണ്. എന്നെ ഒന്ന് കൈവച്ചു നോക്ക്, നിനക്കത് മനസ്സിലാകും. ഇതു കേട്ടതും വില്യം സിംഹത്തിന് കോപം നിയന്ത്രിക്കാനായില്ല. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. വില്യം സിംഹം പുല്ലുപോലെ ഹൈരിക്കുറുക്കനെ എടുത്തെറിഞ്ഞു. കുറച്ചു നേരം കൊണ്ട് ഹൈരിക്കുറുക്കനെ അവൻ വലിച്ചു കയറിയിട്ടു. ഹൈരിക്കുറുക്കൻ മുറിവുകളോടെ ഭൂമിയിലേക്ക് പതിച്ചതും അവൻ പഴയ രൂപത്തിലേക്ക് വന്നു. അവർ തമ്മിലുള്ള യുദ്ധം മെംകി കിളിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൈരിക്കുറുക്കൻ മരിച്ചപ്പോൾ മെംകി കിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെയാണ് കാക്ക കുളിച്ചാൽ കൊക്കാകില്ലെന്ന് പഴഞ്ചൊല്ലിൽ പറയുന്നത്. അന്നേരമേ ഞാനിത് വേണ്ടെന്ന് പറഞ്ഞതാണ്. കുറുക്കൻ ഒരിക്കലും കാടിന്റെ രാജാവാകില്ല. അതിൽ പിന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി. ബ്ലൂ ലൈൻ കാട്ടിനുള്ളിൽ സിംഹരാജൻ മൃഗങ്ങളെ വിളിച്ചതുകൊണ്ട് എല്ലാവരും സിംഹരാജന്റെ ഗുഹയിലേക്ക് വന്നു. ആ സമയത്ത് സിംഹരാജൻ കാണാൻ അദ്ദേഹത്തെ പോലെയുള്ള മറ്റൊരു സിംഹവുമായി നിൽക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കാട്ടുവാസികളെ, ഞാൻ കുറച്ചു ദിവസത്തേക്ക് എന്റെ സഹോദരനെ കാണാൻ വേണ്ടി പോവുകയാണ്. അതുവരെയും എന്റെ കൂട്ടുകാരൻ ഷേരു ഈ കാട് ഭരിക്കും. ശരി ഷേർഖാൻ, ഇന്നു മുതൽ അങ്ങ് വരുന്നതുവരെയും ഷേരുവിനെ ഈ കാട്ടിലെ രാജാവായി ഞങ്ങൾ സ്വീകരിച്ചോളാം. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിംഹരാജൻ അവിടെ നിന്ന് പോയി. അതിനുശേഷം ഗുഹയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനിരുന്നു. ഉച്ച സമയത്ത് മോട്ടു എന്ന കാണ്ടാമൃഗം വളരെ സന്തോഷവാനായിരുന്നതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാം തട്ടിമറിച്ചുകൊണ്ടിരുന്നു. നദിയുടെ തീരത്തുള്ള ഒരു മരത്തിൽ ബുൾബുൾ കൂടുകെട്ടി താമസിച്ചിരുന്നു. ആ കൂടിനുള്ളിൽ ബുൾബുളിന്റെ കുഞ്ഞ് മിന്നുവുമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ചിറകിന് നല്ല പരിക്കു പറ്റിയിരുന്നു. മരത്തെ എല്ലാം ഇടിച്ചിടുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. ഇന്നെന്നെ ആർക്കും തടുക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം ബുൾബുളിന്റെ ആ മരത്തിലും അവൻ ഇടിച്ചു. ഒറ്റയിടിയിൽ തന്നെ ആ കൂട് താഴെ വന്നു വീണു. കൂട്ടിലിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് തൊട്ടടുത്ത നദിയിലെ വെള്ളത്തിലേക്ക് വീണു. മുന്നുവിന് വീണ്ടും പരിക്കുപറ്റി. നീ എന്താ ചെയ്തത്? അല്ല, എന്തുപറ്റി? എന്തിനാണിങ്ങനെ ഉച്ചത്തിൽ കരയുന്നത്? എന്റെ കുഞ്ഞിന് നേരത്തെ തന്നെ പരിക്ക് പറ്റിയിരുന്നു. നീ ചെയ്തതുകൊണ്ട് വീണ്ടും പരിക്ക് പറ്റി. പിന്നെ ആ ഡ്രാഗൺ ഫ്രൂട്ട്, അത് കുഞ്ഞിന്റെ 15 ദിവസത്തേക്കുള്ള മരുന്നാണ്. അത് നീ വെള്ളത്തിലേക്ക് തട്ടിക്കളഞ്ഞല്ലോ. ഇതിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ സിംഹരാജന്റെ അടുത്ത് പോയി പറയും. തെറ്റും ശരിയും എന്താണെന്ന് അവർ തീരുമാനിക്കട്ടെ. ബുൾബുൾ സിംഹത്തിന്റെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ആ സിംഹം എല്ലാവരോടും വരാൻ പറഞ്ഞു. ഇതെല്ലാം ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താന്ന് വച്ചാൽ, മോട്ടു ഒരു കാണ്ടാമൃഗമാണ്.
കാണ്ടാമൃഗം കളിക്കുമ്പോൾ അവിടെ ഇവിടെ ഇടിച്ചാണ് അത് സന്തോഷിക്കുന്നത്. അങ്ങനെ ഇടിച്ചതുകൊണ്ട് നിന്റെ കൂട് താഴെ വീണെങ്കിൽ അതിൽ മോട്ടു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോ എന്റെ കുഞ്ഞിനെ ചികിത്സിക്കാനുണ്ടായിരുന്ന മരുന്ന് ആ ഡ്രാഗൺ ഫ്രൂട്ട് നദിയിലേക്ക് വീണു പോയില്ലേ? ഇനി അതെനിക്ക് ആര് കൊണ്ടുവന്ന് തരും? നീ അവന്റെ അമ്മയാണ്. അതെങ്ങനെ കൊണ്ടുവരണമെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അങ്ങനെ പറഞ്ഞ സിംഹം വീണ്ടും തന്റെ ഗുഹയിലേക്ക് പോയിരുന്നു. സിംഹത്തിന്റെ തീരുമാനം അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. വൈകുന്നേരമായപ്പോൾ നരി സിംഹത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ പോയി സംസാരിച്ചു. സിംഹരാജ, എപ്പോൾ മുതലാണോ നിങ്ങൾ ഈ കാട് ഭരിക്കാൻ തുടങ്ങിയത് അന്നു മുതൽ എല്ലാ മൃഗങ്ങളും സന്തോഷവാന്മാരാണ്. എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിശാലികളെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്നെ അങ്ങയുടെ കൂടെ ജോലിക്ക് നിർത്താമോ? ദിവസവും അങ്ങയ്ക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്യാം. അത് കൊള്ളാമല്ലോ. നീ പറഞ്ഞത് ഒരു നല്ല കാര്യമാണ്. നിന്നെ വേലക്കാരിയാക്കുന്നതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. അന്നു മുതൽ ആ നരിയും സിംഹത്തിന്റെ കൂടെ താമസിച്ചു. സിംഹത്തിന്റെ തെറ്റായ തീരുമാനം എല്ലാ തവണയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം സിംഹത്തെ നന്നായി പുകഴ്ത്തിയ ശേഷം നരി സിംഹത്തോട് പറഞ്ഞു, സിംഹരാജ, ഹിമമലയില് അത്ഭുതകരമായ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അത് ഒരു തവണ ആരെങ്കിലും കഴിച്ചാൽ വളരെ ശക്തിശാലിയും മരണമില്ലാത്ത മൃഗമായും കഴിക്കുന്ന ആളായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ തന്നെ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങോട്ട് കൊണ്ടുവാ. അയ്യോ സിംഹരാജ, ആ ഡ്രാഗൺ ഫ്രൂട്ട് ആ ഹിമമലയിലാണ് ഇരിക്കുന്നത്. അതും വളരെ ഉയരത്തിൽ. ഏതെങ്കിലും ഒരു കഴുകനെ കൊണ്ടോ പരുന്തിനെ കൊണ്ടോ മാത്രമേ അതെടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ അങ്ങെപ്പോഴും ബലശാലിയായി മരണമില്ലാത്തവനായി ഇരിക്കണമെങ്കിൽ അങ്ങ് ഒറ്റയ്ക്ക് തന്നെ ആ മുഴുവൻ പഴവും കഴിക്കേണ്ടതായി വരും. ഇനിയെങ്ങാനും ആരെങ്കിലും അതിൽ നിന്നൊരു ചെറിയ കഷ്ണം കഴിച്ചാൽ പിന്നെ അതിന്റെ അത്ഭുത ശക്തി ഇല്ലാതായി തീരും. ശരി, ഇപ്പൊ തന്നെ ഗോൾഡിയോട് അതെടുത്തുകൊണ്ടുവരാൻ ഞാൻ പറയാം. അപ്പോഴാ സിംഹം ഗോൾഡി കഴുകനെ വിളിച്ച് ആ പഴം പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. 2 ദിവസത്തിനകം ഗോൾഡി ആ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നു. ഇപ്പൊ ഞാനിത് കഴിക്കാൻ പോവുകയാണ്. ഇത് കഴിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിശാലിയായി ഞാൻ മാറും. സിംഹം ആ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അപ്പോഴാ നരി കുതിച്ചു വന്ന് ആ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് ഗുഹയ്ക്കുള്ളിൽ പോയി. നിൽക്ക്. സിംഹം അതിന്റെ പിന്നാലെ ഓടി. എന്നാൽ സിംഹത്തിന് നരിയെ കിട്ടിയില്ല. സിംഹം എത്ര തന്നെ തേടിയിട്ടും ആ നരിയെ കിട്ടിയതേയില്ല. ഈ അവസരം മുതലാക്കിയിട്ട് നരി അവിടെ നിന്ന് ദൂരേക്ക് ഓടിപ്പോയി. മറുവശത്ത് മുന്നു തന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് കരയുകയായിരുന്നു. അമ്മ, നിങ്ങൾ കരയില്ലേ അമ്മേ? ഞാൻ ഇങ്ങനെ കരയാതിരിക്കും എന്റെ പൊന്നുമോനെ. സ്വന്തം കുഞ്ഞ് കണ്ണിന്റെ മുൻപിൽ മരണം കാത്തു കിടക്കുന്നത് കണ്ട് ഏതമ്മയ്ക്കാണ് മോനെ കരയാതിരിക്കാൻ കഴിയുക? അപ്പോഴാ നരി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടി വന്നു. അതാ ഡ്രാഗൺ ഫ്രൂട്ട് ബുൾബുളിന്റെ കൈ കൊടുത്തു. വളരെ വേഗം തന്നെ കഴിക്കുമുന്നു. ഇത് കഴിച്ച് ജീവൻ രക്ഷിക്കേ. അത് കേട്ട ബുൾബുൾ മുന്നുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തി. അപ്പോ സിംഹവും അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയായിരുന്നു. വേണ്ട, എന്റെ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ കഴിക്കാൻ പാടില്ല. നരി സിംഹത്തെ തടുത്ത് അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതേസമയം മുന്നു ആ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി. വളരെ വേഗം തന്നെ അവന്റെ പരിക്കുകളെല്ലാം മാറി. അവൻ ആരോഗ്യവാനായി. മുന്നുവിന് വളരെ സന്തോഷമായി. ഇത് കണ്ട സിംഹത്തിന് ഒരുപാട് ദേഷ്യം വന്നു. നീ എന്നോട് വലിയ വിശ്വാസവഞ്ചനയാണ് കാണിച്ചത്. തീർച്ചയായും ഇതിന് നിനക്ക് ശിക്ഷ ലഭിച്ചിരിക്കും. സിംഹം എല്ലാ മൃഗങ്ങളെയും വിളിച്ചു വരുത്തി. പാവം നരിക്ക് ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നു. കൂടെ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഈ നരി ബുൾബുളിനെ സഹായിക്കാൻ വേണ്ടി എന്നെ പറ്റിച്ചിരിക്കുന്നു. സിംഹരാജ, ഞാനിതെല്ലാം ബുൾബുളിന്റെ കുഞ്ഞ് മുന്നുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ആ ഡ്രാഗൺ ഫ്രൂട്ട് അസുഖമുണ്ടെങ്കിൽ അത് കഴിച്ചാൽ മാത്രമേ ഭേദമാകൂ. അത് കഴിച്ചതുകൊണ്ട് ആർക്കും ഒരു ശക്തി ലഭിക്കില്ല രാജ. എന്നെ നീ വെറും വിഡ്ഢിയാക്കിയല്ലേ? ഇനി നിനക്കുള്ള ശിക്ഷ മരണം മാത്രമാണ്. അങ്ങനെ പറഞ്ഞ സിംഹരാജൻ നരിയുടെ മേലെ കുതിച്ചു ചാടി. നരിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
അപ്പോഴാ സിംഹം നരിയെ കൊല്ലാൻ വേണ്ടി പോവുകയായിരുന്നു. ആ നേരത്ത് യഥാർത്ഥ സിംഹരാജൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് മറ്റേ സിംഹത്തിന്റെ നേരെ കുതിച്ചു ചാടി. സിംഹരാജൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിന്നെക്കുറിച്ചെല്ലാം ബുൾബുൾ എന്നോട് പറഞ്ഞു. നിനക്കൊട്ടും തന്നെ ബുദ്ധിയില്ലെന്ന് നീ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം തെളിയിച്ചു തന്നു. മോട്ടു കാണ്ടാമൃഗം ഡ്രാഗൺ ഫ്രൂട്ട് ഇടിച്ചിട്ട് അത് നദിയിലേക്ക് വീഴ്ത്തി. അതിന് ശിക്ഷ കൊടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ബുൾബുളിന് തിരിച്ചു കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ നീ അങ്ങനെ ചെയ്തതേയില്ല. പിന്നെ നീ ആ ഡ്രാഗൺ ഫ്രൂട്ടിന് അത്ഭുത ശക്തിയുണ്ടെന്ന് അറിഞ്ഞപ്പോ, അത് നിന്നെ ശക്തിശാലിയും ചിരഞ്ജീവിയുമാക്കുമെന്നറിഞ്ഞപ്പോ നീ അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇങ്ങനെയാണോ നീ മൃഗങ്ങളെ സേവിക്കേണ്ടത്? പക്ഷേ ഇവിടെ നിന്ന് വേഗം പോ, അല്ലെങ്കിൽ ഞാൻ എന്റെ സുഹൃത്താണെന്ന് പോലും നോക്കില്ല. അത് കേട്ട് സിംഹരാജന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് ഓടിപ്പോയി. എന്റെ സ്നേഹം നിറഞ്ഞ കാട്ടുനിവാസികളെ, ഷേരു കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. ഇനി മുതൽ ഞാൻ എങ്ങോട്ട് പോയാലും എന്റെ ഇടത്തിൽ ഈ പിങ്കി നരിയെ നിർത്തിയിട്ട് പോകും. ഇത് കേട്ട് എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. എല്ലാ മൃഗങ്ങളും നരിയെ ഒരുപാട് പുകഴ്ത്തി. അതേസമയം മുന്നു വീണ്ടും ആ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായി തീർന്നു. അങ്ങനെ ഒരമ്മയുടെ വിഷമം എന്നേക്കുമായി ഇല്ലാതായി.